ഈ ചൂടുകാലത്ത് അധിക ചെലവില്ലാതെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന നല്ലൊരു സർബത്തിന്റെ റെസിപ്പി എന്ന് നോക്കിയാലോ. വെറും 4 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കിടിലൻ കസ്റ്റാർഡ് സാഗോ സർബത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 60 ml കപ്പിൽ 1 കപ്പ് അളവിൽ സാഗോ, അതായത് ചൗവരി എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ചെറിയ സൈസ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് കുതിർത്ത് നന്നായിട്ട് കഴുകി വാരി വയ്ക്കുക. അപ്പോൾ അത്രയും ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 2 കപ്പ്, അതായത് ഉദ്ദേശം 500 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ചൗവരി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ചൗവരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെയും തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ച് ഇടവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചൗവരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് ഏകദേശം ഒരു 20 മിനിറ്റോളം ആവും കേട്ടോ ചൗവരി നന്നായിട്ട് വെന്ത് കിട്ടാൻ. അങ്ങനെ ഈ ചൗവരി നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി തുടങ്ങുമ്പോഴേക്കും ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ശേഷം ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കാരണം അതിലെ ആ ഒരു പശപ്പൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് അരിച്ചെടുക്കുന്നത്. ഈ കാണുന്ന പോലെ 1-2 തവണ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ സർബത്ത് തയ്യാറാക്കിയെടുക്കാൻ ഈ കാണുന്ന മിനി സൈസ് സാഗോ തന്നെ വേണമെന്നില്ല. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു വലിയ ടൈപ്പ് സാഗോ ഉണ്ടല്ലോ, അത് തന്നെ ആയാലും മതി കേട്ടോ. പിന്നെ അതാണെങ്കിൽ പോലും ഈ കാണുന്നത് പോലെ വേവിച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴുകി അരിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇവിടെ നമ്മൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളൊരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 80 ml പാല് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ പിന്നീട് പാല് തിളപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാൻ പാകത്തിന് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതോടൊപ്പം തന്നെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീഡിയം മധുരം, അതിനപ്പുറം മധുരം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ പാല് തിളച്ച് വരുന്നത് വരെയും തുടരെ ഒന്ന് ഇളകി കൊടുക്കുക. പാൽ അത്യാവശ്യം തിളച്ച് വരുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റാർഡ് പാൽ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒരിക്കൽ കൂടി നന്നായിട്ട് കലക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ പാത്രത്തിന് അടിവശത്ത് കസ്റ്റാർഡ് പൗഡർ ഉറഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനെന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ ഈ കസ്റ്റാർഡ് പൗഡർ പാലിൽ അവിടങ്ങളിലായിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അങ്ങനെ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് പാലുമായി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചൗവരി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. വേവിച്ച ചൗവരി ആയതുകൊണ്ട് തന്നെ അത് സ്വതവേ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും സ്വാഭാവികമായും കട്ടകളെല്ലാം ഉടഞ്ഞ് ചൗവരി പ്രത്യേകമായി വിട്ടു വന്നുകൊള്ളും. അപ്പോൾ ഈ കാണുന്ന പോലെ ചൗവരി എല്ലാം പ്രത്യേകമായി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ശേഷം ചൂടാറിക്കഴിഞ്ഞ് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.